എയർ ഇന്ത്യ ഒരു വലിയ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. ആഭ്യന്തര വിമാനങ്ങളിലെ ഇക്കണോമി ക്ലാസ് യാത്രക്കാർക്ക് സൗജന്യ ഭക്ഷണം നൽകുന്നത് അവസാനിപ്പിക്കാൻ ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർലൈൻ ആലോചിക്കുന്നു. വിമാന കമ്പനികൾക്ക് ബുദ്ധിമുട്ടുള്ള പ്രവർത്തന അന്തരീക്ഷത്തിൽ വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക സമ്മർദ്ദം കണക്കിലെടുത്ത് ചെലവ് കുറയ്ക്കാൻ വിവിധ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ആഭ്യന്തര വിമാനങ്ങളിലെ ഇക്കണോമിക് ക്ലാസ് യാത്രക്കാർക്ക് സൗജന്യ ഭക്ഷണം നൽകുന്നത് അവസാനിപ്പിക്കാൻ ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർലൈൻ ആലോചിക്കുന്നുണ്ട്. എയർ ഇന്ത്യ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോകുന്നത്. ഏകദേശം 27,000 കോടി രൂപയുടെ നഷ്ടമാണ് എയർലൈൻ നേരിടുന്നത്. ഇന്ധന വിലയിലെ വർധനവ്, രൂപയുടെ മൂല്യത്തകർച്ച, പശ്ചിമേഷ്യയിലെ പിരിമുറുക്കങ്ങളുമായി ബന്ധപ്പെട്ട ഭൗമരാഷ്ട്രീയ തടസ്സങ്ങൾ എന്നിവ പ്രവർത്തന ചെലവ് ഗണ്യമായി വർദ്ധിപ്പിച്ചു. പതിറ്റാണ്ടുകളായി എയർ ഇന്ത്യയുടെ ബ്രാൻഡിന്റെ നിർവചിക്കപ്പെടുന്ന സവിശേഷതയാണ് കോംപ്ലിമെന്ററി ഭക്ഷണം. എന്നിരുന്നാലും എയർലൈൻ ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കിയേക്കില്ല. പകരം മറ്റൊരു സമീപനം അവർ പര്യവേഷണം ചെയ്യുകയാണ്. ആഭ്യന്തര യാത്രക്കാർക്കായി നോ മീൽസ് എന്ന വിഭാഗം അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് എയർ ഇന്ത്യ പരിഗണിക്കുന്നുണ്ട്. ഭക്ഷണം ഒഴിവാക്കുന്ന യാത്രക്കാർക്ക് അവരുടെ ടിക്കറ്റുകൾക്ക് കുറഞ്ഞ തുക മാത്രമേ നൽകേണ്ടതുള്ളൂ. വിമാനത്തിനുള്ളിൽ ഭക്ഷണത്തിനുള്ള ആവശ്യം താരതമ്യേന കുറവുള്ള തിരഞ്ഞെടുക്കാത്ത ചെറിയ ആഭ്യന്തര റൂട്ടുകളിലാണ് നോ മീൽസ് ഓപ്ഷൻ തുടക്കത്തിൽ അവതരിപ്പിക്കാൻ കഴിയുക. തുടർന്ന് എയർലൈൻ യാത്രക്കാരുടെ പ്രതികരണം വിലയിരുത്തി ഈ ഓഫർ വിപുലീകരിക്കണോ എന്ന് തീരുമാനിക്കും. അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് നിലവിൽ ഈ നിർദ്ദേശം പരിഗണിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. എയർ ഇന്ത്യയുടെ ദീർഘദൂര വിമാന സർവീസുകളിൽ കോംപ്ലിമെന്ററി ഭക്ഷണം തുടർന്നുമുണ്ടായേക്കും. ലാഭക്ഷമത മെച്ചപ്പെടുത്തുന്നതിനൊപ്പം യാത്രാ നിരക്കുകൾ താങ്ങാനാകുന്ന വിലയിൽ നിലനിർത്തുക എന്ന ഇരട്ട വെല്ലുവിളിയാണ് വിമാന കമ്പനികൾ നേരിടുന്നത്. ഇത് വിമാന ഷെഡ്യൂളുകൾ മുതൽ ഓൺബോർഡ് സേവനങ്ങൾ വരെയുള്ള അവരുടെ പ്രവർത്തനങ്ങളുടെ എല്ലാ വശങ്ങളും പുനഃപരിശോധിക്കാൻ വിമാന കമ്പനികളെ നിർബന്ധിതരാക്കി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.